ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നത് നമ്മൾ എളുപ്പത്തിൽ ഒരു അയല തേങ്ങ അരച്ച കറി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ വേഗം ടൈമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ പീസ് പുളി വേണം. ഇത് നമ്മൾ പുതിർത്തി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 അയലക്കാണ് കേട്ടോ, 2 അയലാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പകുതി ഉള്ളിയുടെ ഒരു 1/4 ഭാഗം മതിയാവും. ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട, അപ്പം കറിയിൽ കുറേ വേസ്റ്റായി പോവും. അപ്പോൾ ഇതാ ഇത്രയും ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി തന്നെ വേണം. ഈ ഒരു തക്കാളി മൊത്തം നമുക്ക് കട്ട് ചെയ്തിടാം. ഓരോ സ്ഥലത്തും ഓരോ സ്റ്റൈലായിരിക്കുമല്ലോ കറിക്ക്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കറിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ്, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടെങ്കിൽ ടേസ്റ്റാണ്. ഇനി കറിവേപ്പില അതുപോലെ തന്നെ. പിന്നെ 2 പച്ചമുളക്. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും ഒന്നും വേണമെന്നില്ല, അപ്പോൾ ഈ ഒരു അളവിനൊക്കെ മതിയാവും. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ, അതായത് കുറച്ച് മതി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ, അതും കുറച്ച് മതി. പിന്നെ നമ്മൾ ഉലുവൻ്റെ പൊടി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഒരു 2 നുള്ള് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനത്തിൽ ഉലുവ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ആ പുളി പുതിർക്കാൻ വെച്ച വെള്ളം കൊണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് നല്ലോണം പിഴിഞ്ഞു കൊടുക്കാം. മൊത്തത്തിൽ അതൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ കൈ നന്നായിട്ട് എരിയും കേട്ടോ. അപ്പം കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കയ്യിൽ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മളിതിലോട്ട് ഒരു കപ്പ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. ഇതിലോട്ട് ഇനി തേങ്ങ വേണം. തേങ്ങ ഒരു കപ്പിൻ്റെ അടുത്ത് മതി. അത് നമുക്ക് എത്രയാണോ തേങ്ങ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചധികം എടുക്കുക, അല്ലാത്തവരാണെങ്കിൽ ഒരു 1/2 കപ്പ് 3/4 കപ്പൊക്കെ എടുത്താൽ മതി. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വേവുന്ന വരെ നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 മീഡിയം സൈസ് അയലൻ്റെ ഒരു 2 കഷ്ണം മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഭാഗമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മീൻ ഏകദേശം എന്തെന്ന് തോന്നുമ്പോൾ നമ്മൾ മാറ്റി വെച്ച തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഇനി നമ്മൾ ഈ കറി കുറച്ചൊന്ന് പതഞ്ഞ് വരില്ലേ, മൊത്തത്തിൽ ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം, ഫ്ലെയിം ഓഫാക്കാം. ഹൈ സ്പീഡിൽ വെക്കണോ മീഡിയം ഫ്ലെയിമിൽ വെക്കണോ എന്നൊക്കെ നിങ്ങളെ ഇഷ്ടം. കറി പെട്ടെന്നാണെങ്കിൽ ഹൈ സ്പീഡിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം അങ്ങനെ വെച്ചിട്ട് തിളപ്പിച്ചാലും മതി. പിന്നെ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെച്ച് തിളപ്പിക്കണ്ട, ഇത് മൊത്തത്തിലൊന്ന് പതഞ്ഞ് പൊന്തുന്ന വരെ വെച്ചാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പും കറിവേപ്പും കുറച്ചൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് തൂമിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂൺ, അതായത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതി, നിങ്ങളെ ഇഷ്ടം എത്ര എടുക്കണമെന്ന്. അതിലോട്ടൊരു 3 ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളീൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു 3-4 ഉലുവ, അത്ര മതി കേട്ടോ.
അതും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ആ ചൂടുള്ള കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.